രാവിലെ തന്നെ ഓഫീസിലേക്ക് ഒരാൾ കയറി വരുന്നു. സാർ, ഒരു ലഡു എടുക്കൂ, നിങ്ങൾ ചെയ്തു തന്ന സേവനത്തിന്റെ സന്തോഷത്തിൽ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് ലഡു കൊടുക്കുന്നു. ഇത് കേട്ടപാടെ അവിടുത്തെ ജീവനക്കാരിൽ പലരും ലഡു എടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ലഡു വിതരണം ചെയ്യുന്ന മനുഷ്യന്റെ നെഞ്ചിൽ പതിച്ചിരുന്ന പോസ്റ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 3 ദിവസം കൊണ്ട് ലഭിക്കേണ്ട സേവനം 73 ദിവസം കൊണ്ട് ചെയ്തു തന്ന കോട്ടയം മുനിസിപ്പാലിറ്റി സ്റ്റാഫിനെ ലഡു വിതരണം ചെയ്യുന്നു. 73 ദിവസം എന്നെ ഓഫീസിൽ കയറ്റി ഇറക്കിയതിന് നന്ദി. ഇതായിരുന്നു ആ പോസ്റ്ററിൽ എഴുതിയിരുന്നത്. ഇത് കണ്ടയുടൻ ചിലർ എടുത്ത ലഡു തിരിച്ചു നൽകി. കഴിച്ചു തുടങ്ങിയ ചിലർ വായിലുണ്ടായിരുന്ന ബാക്കി ലഡു വിഴുങ്ങിക്കളഞ്ഞു. മറ്റു ചിലർ കയ്യിൽ ലഡുവും ചമ്മിയ മുഖവുമായി അവിടെ തന്നെ ഇരുന്നു. തിങ്കളാഴ്ച രാവിലെ കോട്ടയം നഗരസഭാ ഓഫീസിലായിരുന്നു ജീവനക്കാരെ സങ്കടപ്പെടുത്തിയ ഈ ലഡു വിതരണവും വേറിട്ട പ്രതിഷേധവും നടന്നത്. അപേക്ഷ നൽകി ഒരാഴ്ചക്കുള്ളിൽ കിട്ടേണ്ട നിക്ഷേപം 73 ദിവസമായിട്ടും ലഭിച്ചില്ല. അതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് അദ്ദേഹം പരാതി നൽകി. അടുത്ത ദിവസം തന്നെ തുക ലഭിച്ചു. കാലതാമസം വരുത്തിയ നഗരസഭാ ജീവനക്കാരോടുള്ള പ്രതിഷേധവുമായിട്ടാണ് റിട്ടയേർഡ് തദ്ദേശ വകുപ്പ് ജീവനക്കാരൻ ഈ ലഡുവും കൊണ്ടുവന്നത്. ചിങ്ങവനം കരിമ്പിൽ സലിമോനാണ് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധിച്ചത്. ഇദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് ഫെബ്രുവരിയിൽ കോട്ടയം നഗരസഭാ ഹാൾ ബുക്ക് ചെയ്തിരുന്നു. ജൂലൈ 12-നായിരുന്നു വിവാഹം. ബുക്ക് ചെയ്തപ്പോൾ നിക്ഷേപ തുകയായി കെട്ടിവെച്ച 10,000 രൂപ തിരിച്ചു കിട്ടുന്നതിന് 21-ാം തീയതി നഗരസഭയിൽ അപേക്ഷ നൽകി. പിന്നീട് അന്വേഷിക്കുന്ന ദിവസങ്ങളിലെല്ലാം ജീവനക്കാർ അപേക്ഷ ആ ക്യാബിനിലേക്ക് വിട്ടിട്ടുണ്ട്, മറ്റേ ടേബിളിലാണ്, ഇന്ന് ആ സീറ്റിൽ ആളില്ല, സെക്രട്ടറിക്ക് നൽകി എന്നെല്ലാമാണ് മറുപടി നൽകിയതെന്ന് സലിമോൻ പറയുന്നു. സെക്രട്ടറിയോട് അന്വേഷിച്ചപ്പോൾ ഒപ്പിട്ട് വിട്ടു, ഇനി അപ്പുറത്ത് പോയി ചോദിക്കൂ എന്നായിരുന്നു മറുപടി. ഒടുവിൽ സലിമോൻ ഒക്ടോബർ 3-ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് ഒരു പരാതി നൽകി. പിറ്റേന്ന്, അതായത് 4-ാം തീയതി നിക്ഷേപ തുക തിരികെ ലഭിച്ചു. അങ്ങനെയാണ് ഈ കർമ്മനിരതരായ ജീവനക്കാരെ ലഡു തീറ്റിക്കാൻ അദ്ദേഹം ആ ഓഫീസിലേക്ക് എത്തിയത്. പഴയതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണ്. എന്നാൽ ഇപ്പോഴും എന്തെങ്കിലും ചില്ലറ തടയുന്ന കാര്യങ്ങൾ നടത്താൻ മാത്രമാണ് ഈ ജീവനക്കാർക്ക് ഉത്സാഹം. നമ്മുടെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ പോകുന്നവർക്കറിയാം ഈ ബുദ്ധിമുട്ടുകൾ. പഞ്ചായത്ത് ഓഫീസുകൾ ഇപ്പോൾ വളരെ നല്ല സേവനമാണ് നൽകുന്നതെന്ന് തന്നെ പറയാം. മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ സ്ഥിരമായി വരുന്നത് കൊണ്ടാകാം കാര്യമായ അവഗണനകൾ അവിടെ ഈയിടെയായി കാണുന്നില്ല. എന്നാൽ പല വില്ലേജ് ഓഫീസിലും അതല്ല സ്ഥിതി. നമ്മൾ ഏതെങ്കിലും ഒരു രേഖക്കായി ചെല്ലുമ്പോൾ ഭൂമിയുടെ നികുതി, അതായത് ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ രസീത് ഇല്ലെങ്കിൽ വീണ്ടും അടപ്പിക്കും. അവരുടെ സിസ്റ്റത്തിൽ നോക്കിയാൽ അതൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പലപ്പോഴും ചില വില്ലേജ് ഓഫീസുകളിൽ നിസ്സാര കാരണം കാണിച്ചുകൊണ്ട് ഈ ഭൂനികുതി സ്വീകരിക്കുന്നത് നിരസിക്കുന്നതായും കാണാം. നികുതി സ്വീകരിക്കുന്നതിന് ഭൂവുടമയോട് അനാവശ്യ രേഖകൾ ആവശ്യപ്പെടുന്നതും നിയമവിരുദ്ധമാണ്. മുന്നാധാരം എന്ന ഒരൊറ്റ സാധനത്തിൽ നിങ്ങളെ ഇവർ കുടുക്കിലാക്കും. എന്നാൽ കാരണമില്ലാതെ ഭൂനികുതി നിരസിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം വില്ലേജ് ഓഫീസർ രേഖാമൂലം ഭൂവുടമയെ അറിയിക്കേണ്ടതാണ്. കൂടാതെ ഉടമയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ തഹസീൽദാരെ രേഖാമൂലം ആക്ഷേപം അറിയിക്കുകയും ചെയ്യാം. അതേപോലെ പലപ്പോഴും വില്ലേജ് ഓഫീസുകൾ ഭരിക്കുന്നത് സ്ഥലം അളക്കാനൊക്കെ അവിടെ കൂടിപ്പറ്റിയ ചില ജീവനക്കാർ അല്ലാത്ത ആളുകളാണ്. അവർ പലരിൽ നിന്നും പണം വാങ്ങുകയും ചെയ്യാറുണ്ട്. ഇനി ഇതെല്ലാം ഒഴിവാക്കാൻ അക്ഷയ സെന്ററിൽ ചെന്നാൽ അവിടെയും അതേ മനോഭാവക്കാരാണ് ഉള്ളത്. ഇപ്പോൾ അവശ്യ സേവനങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങളിൽ വരുന്നവരോട് സർവീസ് ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഒരു ഡിജിറ്റൽ സേവന ശൃംഖലയായ അക്ഷയ കേന്ദ്രങ്ങൾ ലാഭമുണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളല്ലെന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ നൽകാനുള്ള കേന്ദ്രങ്ങളാണെന്നും ജസ്റ്റിസ് എൻ നഗരേഷ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിലെ സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള അക്ഷയ കോൺഫെഡറേഷൻ സമർപ്പിച്ച ഹർജി കോടതി തള്ളിയിരുന്നു. ഹൈക്കോടതിയുടെ ഈ വിധി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയുള്ള സർക്കാർ സേവനങ്ങൾക്ക് അമിത നിരക്ക് ഈടാക്കുന്നത് തടയാൻ ഇത് സഹായിക്കും. എന്നാൽ ഇനി അക്ഷയ സെന്ററിൽ ഉള്ളവരുടെ പെരുമാറ്റവും സർക്കാർ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം.